എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി വീക്ക്ലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച ഭാഗത്ത് നിന്നും സംസാരിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആ ഒരു രീതിയിൽ നിന്നും തികച്ചും ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പല കാര്യങ്ങൾ സംസാരിക്കുന്നിടയ്ക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ മാർക്കറ്റിനെ വളരെയധികം സ്വാധീനിക്കുന്നു അല്ലേ? അതും മാർക്കറ്റിനെ നന്നായി പിടിച്ചുകുലുക്കാൻ പറ്റുന്ന രീതിയിൽ US പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആ ഒരു പ്രധാനപ്പെട്ട ന്യൂസൊക്കെ നമ്മുടെ മാർക്കറ്റിനെയൊക്കെ അതിശക്തമായിട്ട് പിടിച്ചുകുലുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ താരിഫ് നയവും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞു വെച്ചിരുന്നു അല്ലേ? പക്ഷെ അവർ അത് നടപ്പിലാക്കി തുടങ്ങുന്നു എന്ന രീതിയിലേക്ക് വരുമ്പോൾ മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള ഒരു വോളറ്റിലിറ്റിയിലേക്ക് മാർക്കറ്റ് മാറുകയാണ്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഓരോ രാജ്യങ്ങൾക്കും എത്രയാണ് അവർ താരിഫ് ഏർപ്പെടുത്താൻ പോകുന്നത് എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് അവർ നൽകി കഴിഞ്ഞു. അത് മാത്രമല്ല, അതിന് എഗൻസ്റ്റ് ആയിട്ട് ചില രാജ്യങ്ങൾ, അതായത് നമ്മളുടെ ചൈന ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും US-നൊരു തിരിച്ചടി എന്ന രീതിയിൽ അതേ രീതിയിൽ താരിഫുകൾ തിരിച്ചും ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് വരികയും ചെയ്തു. ഇതോടുകൂടി US മാർക്കറ്റ് തന്നെയാണ് നല്ല രീതിയിൽ ഒരു കറക്ഷനിലേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റ്, അതായത് നമ്മളുടെ മാർക്കറ്റ് ഉൾപ്പെടെ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യുന്നത് കാണുവാൻ സാധിച്ചു. ശരിക്കും ഇന്ത്യൻ മാർക്കറ്റാണ് അത്രയും ഒരു വലിയ കറക്ഷനിലോട്ട് പോയില്ല എന്ന് പറയാം. പക്ഷേ ബാക്കിയുള്ള ഏറെക്കുറെ എല്ലാ മാർക്കറ്റുകളും നല്ല കറക്ഷനിലേക്ക് പോകുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് താരിഫ് നയം മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. US-നകത്ത് തന്നെ ഒരു ചേരിപ്പോര് നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ താരിഫ് നയങ്ങളെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതിനിടയ്ക്ക് പലപ്പോഴും ഫെഡ് ചെയർമാനെ പരിഹസിക്കാനും മറക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാരണം ഫെഡ് ചെയർമാൻ പറയുന്നുണ്ട് ഇൻഫ്ലേഷനൊക്കെ വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് ഫെഡ് ചെയർമാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ പല പരാമർശങ്ങളും ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഗ്ലോബലിൽ നടക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതായത് ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിലേക്ക്, അല്ലെങ്കിൽ അല്പ കുസൃതിയുള്ള ഒരു കുട്ടിയുടെ കയ്യിലേക്ക് പൊട്ടുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു കളിപ്പാട്ടം കൊടുത്താലുള്ള അവസ്ഥയാണ് ശരിക്കും ഇപ്പോൾ അമേരിക്കയെ ട്രംപിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഉണ്ടായിരിക്കുന്ന നിലവിലുള്ള അവസ്ഥയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം വീണ്ടും നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന രീതിയിലുള്ള 600 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഒക്കെയാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ അത് മോർണിംഗ് ഒന്ന് റിക്കവർ ചെയ്ത് വരുമെന്ന പ്രതീക്ഷയിലാണ് എവരും ഇരിക്കുന്നത്. പക്ഷെ അത് റിക്കവർ ചെയ്ത് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? US മാർക്കറ്റിലും ആ ഒരു ചെറിയ റിക്കവർ ഉണ്ടാവണം എന്നതാണ്. നേരെ ഇവിടെ ആദ്യം പോകുന്നത് US മാർക്കറ്റിലേക്ക് തന്നെയാണ്. നോക്കൂ, US മാർക്കറ്റിൽ നമ്മൾ ആദ്യം നാസ്ഡാക്ക് എടുക്കുകയാണ്. നാസ്ഡാക്ക് എടുക്കുക ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ, 2020 കൊറോണ കാലഘട്ടത്തിന് ശേഷം നല്ല രീതിയിൽ സംഭവിച്ചിരിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു കറക്ഷനാണ് ഇവിടെ US മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. നാസ്ഡാക്ക് ഒക്കെ നല്ല രീതിയിൽ താഴേക്ക് കറക്റ്റ് ചെയ്ത് വീണിരിക്കുന്നു. ഒരു 6% കറക്റ്റ് ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് ഡൗ ജോൺസിന്റെ കാര്യത്തിലും നല്ല രീതിയിലുള്ള ഒരു ബെയറിഷ് രീതിയിലേക്ക് മാർക്കറ്റ്, അല്ലെങ്കിൽ ഒരു ഫ്രീ ഫോളിലേക്ക് മാർക്കറ്റ് വന്ന് വീണിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതും ഒരു 5.5% കറക്ഷൻ അവിടെയും കാണുവാൻ സാധിക്കുന്നു. S&P 500 കേസ് എടുത്തു കഴിഞ്ഞാലും അവിടെയും 6% കറക്ഷൻ. മൊത്തത്തിൽ US മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ബ്ലാക്ക് ഫ്രൈഡേ ആയിരുന്നു എന്ന് ശരിക്കും പറയാം കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നതാണ് സത്യം. ഇതിന്റെ ചുവട് പിടിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം ഏറെക്കുറെ അതേ അവസ്ഥയിൽ തന്നെ പോകുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്മളിനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് പോയാലും ഏറെക്കുറെ അത് തന്നെയാണ് അവസ്ഥ. പിന്നെ നമ്മളുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് അത്ര വലിയ, അതായത് ഗ്ലോബൽ മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്ന അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ അത് സംഭവിച്ചുകൂടാ എന്നില്ല. തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട സമയങ്ങളാണ് കടന്നു വരുന്നത്. പരമാവധി ഓപ്ഷൻ ചെയ്യുന്നവരാണെങ്കിൽ പുട്ട് സൈഡൊക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്ന, അല്പമല്ല വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പരമാവധി പുട്ട് സൈഡിൽ നിന്ന് മാറി നിൽക്കുന്നതും വളരെ നന്നായിരിക്കും. ഇനി യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും പല സർപ്രൈസുകളും മുന്നോട്ട് വരാൻ സാധ്യതയും കൂടുതലാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെയധികം സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി നമുക്ക് നേരെ നമ്മളുടെ മാർക്കറ്റിന്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകം ആദ്യമേ പറയുകയാണ്, ടെക്നിക്കൽ അനാലിസിസ് വെച്ച് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ വെച്ചായാലും നമുക്കിപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം ന്യൂസ് സംബന്ധമായി നമ്മുടെ മാർക്കറ്റ് മൊത്തം മാറി മറിഞ്ഞ് കിടക്കുകയാണ്. ഓരോ ദിവസവും ട്രംപ് എന്ത് സംസാരിക്കുന്നു, അതിന് എഗൻസ്റ്റ് ആയിട്ട് മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്നതിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. എങ്ങനെ വന്നാലും നമ്മുടെ മാർക്കറ്റ് ശക്തമായ ഒരു തിരിച്ചുപോക്ക് മുകളിലേക്ക് എന്നത് അല്പ പ്രയാസകരമായ അവസ്ഥയിലാണ് കിടക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ താഴേക്ക് വീഴുവാൻ വളരെ പെട്ടെന്ന് പോകാൻ തയ്യാറായി നിൽക്കുന്ന രീതിയിലുമാണ് ഇന്ത്യ ഉൾപ്പെടെ, അല്ലെങ്കിൽ എല്ലാ ഗ്ലോബൽ മാർക്കറ്റ് വന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എങ്കിലും നമ്മൾ പ്രൈസ് ആക്ഷൻ വെച്ച് ടെക്നിക്കലി ജസ്റ്റ് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നതാണ് അല്ലേ? ഇവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത ശേഷം മുകളിലേക്ക് പോയി പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എവിടെയായിരുന്നു? 23,870 എന്ന റേഞ്ചിൽ നിന്നും മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തു. താഴേക്ക് വന്ന ശേഷം നമ്മൾ രണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. എവിടേക്കായിരുന്നു?
നമ്മൾ 23,250 എന്ന ഒരു പ്രധാനപ്പെട്ട റേഞ്ച് പറഞ്ഞിരുന്നു. അതിന് തൊട്ട് താഴെ 50 മൂവിംഗ് ആവറേജും പറഞ്ഞിരുന്നു അല്ലേ. ശരിക്കും കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മളുടെ ഏരിയ കറക്റ്റ് ആയിരുന്നു അല്ലേ. താഴേക്ക് നിന്നാൽ നമ്മളുടെ ആ ഒരു 23,250 എന്ന ആ ഒരു റേഞ്ച് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ചയിലെ എക്സ്പയറി അവിടെ നിൽക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. പക്ഷേ അതിനുശേഷം വെള്ളിയാഴ്ചയാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നമ്മളുടെ ആ രണ്ട് സപ്പോർട്ടിനെയും ബ്രേക്ക് ചെയ്തു. ഏത് 23,250 എന്ന സപ്പോർട്ടും അതിന് തൊട്ട് താഴെ 50 മൂവിംഗ് ആവറേജും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ശക്തമായി താഴേക്ക് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കുള്ള അടുത്ത സപ്പോർട്ട് എവിടെയാണുള്ളത്, ഈ ഒരു ചാനലിന്റെ ഭാഗത്തേക്ക് വന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്യാനാണ് വരുന്നത്. കണ്ടില്ലേ, അതായത് 22,500 എന്ന് പറയുന്നതായിരിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ ശരി. കാരണം നമുക്ക് അതിന് മുന്നേ ആയിരുന്ന പല റേഞ്ചുകളും എടുക്കാം. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി നല്ലൊരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് തിങ്കളാഴ്ച. ആ ഒരു സമയത്ത് മാർക്കറ്റിനെ നമുക്കൊരു 22,500 റേഞ്ച് തന്നെ വെച്ച് പറയുന്നതായിരിക്കും നല്ലത്. 22,500 എന്ന റേഞ്ച് നമുക്ക് നോക്കാം. ഇനി ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് തികച്ചും ഒരു ബെയറിഷ് രീതിയിലേക്ക് തിരിയാൻ പോകുന്നു എന്ന് ഏറെക്കുറെ നമുക്ക് പ്രൈസ് ആക്ഷൻ വെച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രൈസ് ആക്ഷൻ വെച്ച് സംസാരിക്കുന്നുണ്ട്, ഇനി ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ വെച്ചും സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് ന്യൂസ് സംബന്ധമായ കാര്യത്തിന് തന്നെയായിരിക്കും ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ലോകവിപണി ഈ ന്യൂസിനെ സംബന്ധിച്ച് എങ്ങനെ പെരുമാറും എന്നതും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നമ്മൾ വീക്കിലി ഉള്ള ചാർട്ട് എടുത്ത് നോക്കിയാലും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് മാർക്കറ്റ് ആ ഒരു ബെയറിഷ് രീതിയിൽ തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ 22,500 എന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്നൊരു പ്രധാന റേഞ്ചായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് നോക്കാം. ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ അതുവരെ ഉണ്ടാക്കിയ ആ ഒരു ബുള്ളിഷ് എന്ന രീതിയെല്ലാം മാറി പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇത് മാത്രമല്ല, FIASന്റെ ഭാഗത്ത് നിന്നും കുറച്ച് ദിവസം അവർ ബൈയിങ്ങിലേക്ക് വന്ന് ശക്തമായ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോയെങ്കിലും പിന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അതിശക്തമായിട്ട് തന്നെ അവർ സെല്ലിങ്ങിലേക്ക് തിരിച്ചു വന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളുടെ ആ ഒരു മാർക്കറ്റ് റിപ്പോർട്ടിലും വ്യക്തമായിട്ട് നിങ്ങളോടൊരു കാര്യം സംസാരിച്ചു. എന്തായിരുന്നു അത്? തമാശ രൂപേണയാണ് സംസാരിച്ചത്. നമ്മളുടെ ചെവിയിലേക്ക് അല്പം വെള്ളം പോയാൽ സാധാരണ നാട്ടിൻ പുറത്തുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്, കുറച്ച് വെള്ളം കൂടി ആ ചെവിയിലേക്ക് ഒഴിച്ചിട്ട് ആ വെള്ളം കളയുവാനുള്ള ശ്രമം നടത്തും അല്ലേ. അതേ രീതി തന്നെയാണോ FIAS ചെയ്യുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അത് തന്നെയായിരുന്നു അവർ ഏറെക്കുറെ ചെയ്തിരുന്നത്. കാരണം അവർ നല്ല രീതിയിൽ ഒരു ബൈയിങ്ങിലേക്ക് തിരിയുന്നു എന്ന് നമുക്കൊരു തോന്നലുണ്ടാകുകയും കൂടുതൽ ആളുകളെ ബൈയിങ്ങിലേക്ക് കൊണ്ടുവരികയും എന്നാൽ അവർ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. പ്രധാനപ്പെട്ട റേഞ്ച് മാത്രമല്ല, പ്രധാനപ്പെട്ട ന്യൂസുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു താരിഫ് നയവുമായി ബന്ധപ്പെട്ട് US എങ്ങനെയാണ് ഇനി മുന്നോട്ട് പെരുമാറുന്നത്, അവർക്കെതിരെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അതല്ലാതെ ബ്ലൈൻഡായിട്ട് നിങ്ങൾ പല പൊസിഷനുകളും കയറി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ വെറുതെ, അതായത് ഓപ്ഷന്റെ കാര്യമാണ് പറയുന്നത്, ഇവിടെയൊക്കെ കയറി എടുക്കാതിരിക്കുക. തികച്ചും വ്യത്യസ്തമായ ഒരു സമയത്തിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലേക്കാണ്. ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന അതേ ചാർട്ട്, ഒരു മാറ്റവും വരുത്താതെ അതേ ചാർട്ടാണ് ഇവിടെ കിടക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിലവിലും ആ ഒരു ബുള്ളിഷ് രീതി തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇവിടെ വിഷയമായിട്ട് വരുന്നത് നമ്മളുടെ ഇങ്ങനെയുള്ള ന്യൂസുകൾ ഇവിടെയും വിഷയമായിട്ട് വരുന്നുണ്ട്. ഒരുപക്ഷെ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഏത് ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എടുക്കും എന്നതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നോക്കൂ, വെള്ളിയാഴ്ച പോലും ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു വലിയ സെല്ലിംഗ് അവിടെ കാണുവാൻ സാധിച്ചില്ല. അത് പരമാവധി പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. പക്ഷെ താഴേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രധാനപ്പെട്ട നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു പ്രൈസ് സോൺ, നേരത്തെ ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലേ, അപ്പൊ അത് ഇനി ഒരു സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത് നോർമലായിട്ടുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാർട്ട് ഇവിടെ കാണിച്ചിരുന്നത്. നോക്കൂ, ഒരു പക്ഷേ മാർക്കറ്റ് താഴേക്ക് വന്ന് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ പ്രൈസ് സോണിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? നോക്കൂ, ഇവിടെ ഒരു W പാറ്റേൺ ഒക്കെ രൂപപ്പെട്ടു. തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ് രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു, ഇതുപോലുള്ള ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറി മറിയാം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു പ്രധാനപ്പെട്ട ഏരിയ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഈ പ്രൈസ് ഓൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബുള്ളിഷ് രീതിയിലൊക്കെ അല്പം മാറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ല മാർക്കറ്റ് ഇനി താഴേക്ക് വന്ന് ഇവിടെ കൺസോൾഡേറ്റ് ചെയ്യുക, ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ശരിക്കും മാർക്കറ്റിന്റെ ഒരു രീതി എന്നത് ഇതായിരുന്നു സംഭവിക്കേണ്ടത് ഏറെക്കുറെ. പക്ഷേ ഇപ്പോൾ ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ വന്നതോടുകൂടി ഇവിടെ പ്രൈസ് ആക്ഷനും ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾക്കൊക്കെ അല്പം പിന്നോട്ട് നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നോക്കൂ, നിങ്ങളിവിടെ ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാലും ആ ഒരു ബുള്ളിഷ് രീതി നിലനിൽക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ എങ്ങനെ വന്നാലും തിങ്കളാഴ്ച മാർക്കറ്റ് ഒരു നല്ല ഗ്യാപ് ഡൗണിൽ വരുമ്പോൾ
അത് എവിടെ നിന്നും സപ്പോർട്ട് എടുക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു റേഞ്ച് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ച് ആയിട്ട് വരുന്നു. മുൻ കാലഘട്ടത്തിൽ റെസിസ്റ്റൻസ് ആയിട്ട് നിന്ന ഭാഗം ഇപ്പോൾ ഒരു നല്ല സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് ബ്രേക്ക് ചെയ്താൽ ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ബുള്ളിഷ് രീതി അവസാനിക്കുന്നു എന്ന് ഏറെക്കുറെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ USD INR വന്നിരിക്കുന്നത്. USD INR വരുമ്പോൾ ശരിക്കും നമ്മളുടെ മാർക്കറ്റിലുള്ള വലിയൊരു നെഗറ്റീവ് രീതിയൊക്കെ അല്പം ഒന്ന് മാറി ഒന്ന് ആശ്വാസത്തിന്റെ രീതിയിലേക്ക് വരികയാണ് ഉണ്ടായത്. പക്ഷേ അവിടെ നിന്നും വീണ്ടും ചില വിഷയങ്ങൾ ഉണ്ടായതോടുകൂടി നമ്മളുടെ US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ സ്ട്രെങ്ത് അല്പം കുറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും തിരികെ അതിന്റെ പവർ കുറഞ്ഞു വരാനുള്ള ശ്രമം നടത്തുന്നതായിട്ടാണ് ഇവിടെ ചാർട്ടുകൾ കാണുവാൻ സാധിക്കും. പലപ്പോഴും നമ്മളുടെ ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു പവർ കൂടിയിരുന്നാൽ മാത്രമാണ് FAS ഒക്കെ കൂടുതൽ ഇവിടേക്ക് ബൈങ്ങിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയും കൂടുതലുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നേരെ നമ്മൾ ഡോളർ ഇൻഡെക്സ് എടുത്തു നോക്കിയാലും ഡോളർ ഇൻഡെക്സ് ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ വയ്ക്കുന്നു. അത് നമ്മുടെ മാർക്കറ്റിന് അല്പം മോശമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ OA ബിൽഡപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും എടുത്തു നോക്കേണ്ട കാര്യമില്ല. മാർക്കറ്റ് ഓൾറെഡി ഒരു ബെയറിഷ് ടെറിട്ടറിയിലാണ് കിടക്കുന്നതെന്ന് നമുക്കിവിടെ PCR 0.6 ആണെന്ന് കാണാൻ സാധിക്കുന്നു. അറ്റ് ദ മണി എടുത്താലും 0.75 ആണ്. എങ്ങനെ വന്നാലും മാർക്കറ്റിൽ ആ ഒരു ബെയറിഷ് രീതി നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 22,500 എന്ന ഈ ഒരു പ്രധാനപ്പെട്ട റേഞ്ച്, അതായത് നമ്മൾ നേരത്തെ സംസാരിച്ച നമ്മളുടെ ഈ ഒരു ചാനലിന്റെ ഈ ഒരു പ്രധാന സപ്പോർട്ട് റേഞ്ചിലേക്കാണ് മാർക്കറ്റ് വരുന്നതെന്ന് ഇവിടെ OA ബിൽഡപ്പും അത് തന്നെയാണ് കാണിക്കുന്നത്. 22,500 എന്നത് പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയ ആണ്. അത് ബ്രേക്ക് ചെയ്യുകയാണോ അതോ അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുമോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, FIS വീണ്ടും കൂടുതൽ സെല്ലിങ്ങിലേക്ക് തിരികെ പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. കുറച്ച് നാളായിട്ട് FIS നല്ല രീതിയിലുള്ള സെല്ലിങ്ങിലായിരുന്നു. അതിനുശേഷം FIS കുറച്ചു ദിവസം ശക്തമായ രീതിയിൽ ബൈയിങ്ങിലേക്ക് തിരികെ വരുന്നതായിട്ടൊരു തോന്നൽ ഉണ്ടാക്കിയെങ്കിലും അതിനുശേഷം അവർ മുകളിൽ നിന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. FISന്റെ ആ ഒരു സ്വഭാവത്തിൽ ഇപ്പോഴും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഏറെക്കുറെ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരുന്നത് DIs ആയിരുന്നു. പക്ഷേ DIs കൂടി ഇപ്പോൾ സെല്ലിങ്ങിൻ്റെ രീതിയിലേക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. FISും DISും കൂടി സെല്ലിങ്ങിൻ്റെ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അത്ര സുഖകരമായിട്ടുള്ള അവസ്ഥയായിരിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇൻഡെക്സ് ഓപ്ഷന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ FISന്റെ ഒരു സ്വഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ അവർ കോള് ബൈ ചെയ്തിരിക്കുന്നത് 2.82 ലാഖിനാണ്. അതൊരു ബുള്ളിഷ് എന്ന രീതിയിലാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ പുട്ട് അവർ ബൈ ചെയ്തിരിക്കുന്നത്, അതായത് ബെയറിഷ് എന്ന രീതിയിൽ അവർ ഇൻഡെക്സ് ഓപ്ഷനിൽ കാണുന്നത് 3.55 ലാഖാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻറ്റ് നോക്കിക്കഴിഞ്ഞാലും എങ്ങനെ വന്നാലും അതൊരു ബെയറിഷ് രീതി തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ശരിക്കും ബെയറിഷ് രീതി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു ടൈറ്റ് റേഞ്ചിലേക്ക് മാർക്കറ്റ് വരുന്നു എന്ന രീതിയിലേക്കായിരുന്നു ഇവിടെ കാര്യങ്ങൾ നിന്നത് എങ്കിലും ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ വന്നതോടുകൂടി തീർച്ചയായിട്ടും ഇതൊരു ബെയറിഷ് എന്ന് തന്നെ പറയുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ എളുപ്പം. ഇനി പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നാലോ, കോൾ അവർ സെല്ല് ചെയ്യും, അത് ബെയറിഷ് ആണ് അല്ലേ. 84,000 സംതിങ്ങിന് കോൾ അവർ സെല്ല് ചെയ്യുമ്പോൾ പുട്ട് അവർ സെല്ല് ചെയ്തിരിക്കുന്നത് വെറും 18,000 മാത്രമാണ് കാണാൻ സാധിക്കും. അപ്പോൾ അതും തീർച്ചയായിട്ടും ബെയറിഷ് എന്ന രീതിയിലേക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇനി ക്ലയന്റിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ലയൻസിന് എതിരായിട്ടാണ് മാർക്കറ്റ് നീങ്ങുന്നതെന്ന് നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അല്ലേ. അപ്പോൾ കോൾ അവർ സെല്ല് ചെയ്യുക, അത് അപ്പോൾ ബെയറിഷ് ആണ്. ഒരു 2 ലാഖിനടുത്ത് അങ്ങനെ വച്ചുവെങ്കിൽ തന്നെ അവരിവിടെ പുട്ട് സെല്ല് ചെയ്യുക, അത് ബുള്ളിഷ് ആണ് അല്ലേ. അപ്പോൾ പുട്ട് സെല്ല് ചെയ്തിരിക്കുന്നത് ഒരു 4 ലാഖ് സംതിങ്ങിനുണ്ടെന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അവർ ബുള്ളിഷിലേക്ക് ക്ലയൻറ്റ് വരികയും ചെയ്യുന്നു. പ്രോസും FISും ബെയറിഷിലേക്ക് പോവുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും മാർക്കറ്റിൽ ആ ഒരു ബെയറിഷ് രീതി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് ഡാറ്റകൾ കാണിക്കുന്നത്. നമുക്കിനി ഇൻഡെക്സ് ഫ്യൂച്ചറിൽ എന്താണ് FIS ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നത് പോലെ അവരുടെ ആ ഒരു സെല്ലിംഗ് രീതി ഇടയ്ക്കൊന്നും അവരൊന്ന് കുറച്ച് കൊണ്ടുവന്നു എങ്കിലും വീണ്ടും അവർ ആ സെല്ലിംഗ് രീതി കൂട്ടി കൊണ്ടുവരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതേ രീതിയിൽ തന്നെ പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രോസും അവരുടെ സെല്ലിംഗ് രീതി യാതൊരു കുറവുമില്ലാതെ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓവറോൾ ഒരു ബെയറിഷ് രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു ചാനൽ കാര്യങ്ങളെല്ലാം ഒന്ന് നീക്കി വെക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഞാൻ നേരത്തെ നിങ്ങളോട് കുറേ ആഴ്ചകൾക്ക് മുന്നേ നമ്മൾ സംസാരിച്ചതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു ഗ്യാപ്പ് ഫില്ലിംഗ് ഏരിയ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്ന് കരുതുന്നു. പൊതുവെ മാർക്കറ്റിന് ഒരു സ്വഭാവമുണ്ട്, ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുക എന്നൊരു സ്വഭാവം പൊതുവെ മാർക്കറ്റിനുള്ളതാണ്. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കണമെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് മാർക്കറ്റ് വരേണ്ടത്? 20,200 എന്ന ആ ഒരു ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് വന്നാൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കുന്നത് എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നോക്കേണ്ട കാര്യം തന്നെയാണ്. ഒരുപക്ഷെ മാർക്കറ്റ് കുറെ നാളത്തേക്ക് ഒരു ബെയറിഷ് രീതിയിലേക്ക് ഇറങ്ങുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചൊക്കെ വന്ന് ഫില്ല് ചെയ്യാനുള്ള സാധ്യത, അതായത് 20,200 എന്ന റേഞ്ചൊക്കെ വന്ന് ഫില്ല് ചെയ്യാനുള്ള സാധ്യതകളും ഒട്ടും ഇല്ല എന്ന് നമുക്ക് പറയാം.
പറയുവാൻ സാധിക്കത്തില്ല. എങ്കിലും വലിയൊരു ക്രാഷിലേക്കൊക്കെ മാർക്കറ്റ് വരും ആഴ്ചകളിലായാലും മാസങ്ങളിലായാലും വന്നു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്നത് ഈ ഒരു റേഞ്ച് തന്നെയാണ്. ഏതാണ്? നമ്മുടെ ഇലക്ഷൻ സമയത്ത് വന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. 21,200 എന്ന ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട റേഞ്ച് ആയിട്ട് തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇതൊക്കെ പറയുന്നത് ന്യൂസ് സംബന്ധമായ കാര്യങ്ങളിൽ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാർക്കറ്റ് പോവുകയും മാർക്കറ്റ് ഒരു ബെയറിഷ് ടെറിട്ടറിയിലേക്ക് വീഴുകയും ചെയ്താലുള്ള അവസ്ഥയെക്കുറിച്ചാണ് തീർച്ചയായിട്ടും ഇവിടെ സംസാരിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു പോയി എന്ന് മാത്രം. ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുള്ളത് പോലെ തന്നെ മാർക്കറ്റിൽ ഈ കറക്ഷൻ എന്നതൊരു പുതിയ കാര്യമൊന്നുമല്ല. തീർച്ചയായിട്ടും മാർക്കറ്റ് അങ്ങനെയാണ് നല്ല രീതിയിൽ മുകളിലേക്ക് കയറും, അതിനുശേഷം ശക്തമായ കറക്ഷൻ ഒക്കെ ഉണ്ടാവും. ഇതുപോലൊന്നും അല്ല, അതിനേക്കാൾ മേലെയും കറക്ഷൻ ഉണ്ടാവാം. എന്നാൽ അതിനുശേഷം മാർക്കറ്റ് ഒരു ലോങ് ഇൻവെസ്റ്റിംഗ് എന്ന രീതിയിൽ മാർക്കറ്റിനെ കാണുന്ന ആളുകൾക്കൊക്കെ എന്നായാലും മാർക്കറ്റ് മുകളിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു ഷോർട്ട് ടൈമിലേക്കൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇവിടെ കാണുവാനും സാധിക്കും. പക്ഷേ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ്, അല്ലെങ്കിൽ FNOയിൽ ട്രേഡ് ചെയ്യാൻ അറിയാവുന്ന ആളുകളാണ് എങ്കിൽ ഈ ഒരു കറക്ഷൻ വന്നാലും അതുപോലെ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയാലും അവർക്കൊരു പ്രശ്നമേ അല്ല. അവർ കറക്റ്റായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് പഠിച്ച് ചെയ്യണം എന്ന് മാത്രം. ഞങ്ങൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് നൽകുന്നുണ്ട്. അതിലേക്ക് വരാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വരുന്ന ആഴ്ചകൾ നല്ല പ്രോഫിറ്റബിൾ ആഴ്ചകൾ തന്നെ ആകട്ടെ, അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവാതെ കുഴപ്പമില്ലാതെ തന്നെ പോകുന്ന ആഴ്ചകളാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.